മാലിന്യം മൂടിക്കിടന്നിരുന്ന പുറമ്പോക്ക് ഭൂമിയിൽ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ ഒരു മികച്ച പാർക്ക് ഒരുക്കിയിരിക്കുകയാണ് പുറനാട്ടുകര നടുവത്തുപാറയിലെ ബ്രില്യന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നടുവത്തുപാറയിലെ കോൾപ്പാടത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ കളിയുപകരണങ്ങൾ സ്ഥാപിച്ച് കുട്ടികൾക്കായി പാർക്ക് ഒരുക്കിയത്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ച് വീട്ടിൽ നിന്നും പുറത്തിറക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ ഒരു പരിശ്രമം നടത്തിയതെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ഫ്രിജോ അക്കരപ്പറ്റേക്കൽ പറഞ്ഞു. നമ്മൾ ഇപ്പോഴെന്ന് വെച്ചാൽ പിള്ളേരെല്ലാവരും മൊബൈലിൽ കളിച്ച് വീട്ടിൽ കഴിച്ച് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ പിള്ളേരെ എങ്ങനെയെങ്കിലും മൊബൈലിൽ നിന്ന് ഒരു 2 മണിക്കൂർ നേരം എന്ന് വെച്ചാൽ 2 മണിക്കൂർ നേരം നമുക്ക് അവരെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് അങ്ങനെ പറ്റിയ സ്ഥലങ്ങളൊന്നും നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇല്ല. അപ്പോൾ പിള്ളേരെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കണം. അതിനുള്ള ഒരു മാർഗം തേടി നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്താണ് എന്ന് വിചാരിച്ചത്. സാമ്പത്തികം ക്ലബിൽ ഞങ്ങൾ ആകെ 10-30 പേരുള്ളൂ. സാമ്പത്തികം ആദ്യം ഒരു കൂപ്പൺ പിരിച്ചെടുത്ത് അതിന് കുറച്ച് കാശും പിന്നെ ഞങ്ങളുടെ 2-3 കൊല്ലത്തെ പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിസംഖ്യ, അതാണ് ഇതിൽ മെയിനായിട്ട്. പിന്നെ ഞങ്ങളുടെ അധ്വാനം വേറെ, പിന്നെ അല്ലറ ചില്ലറ 1-2 നാട്ടിലെ വ്യക്തികളും കുറച്ച് പേര് കുറേശ്ശെ തന്നിട്ടുള്ള കാശൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ രാത്രി ഞങ്ങൾ എല്ലാവരും പണിക്ക് പോണവരാണ്. പണി കഴിഞ്ഞ് വന്ന് രാത്രി നേരങ്ങളിൽ കൂട്ടായിട്ട് പണിതാണ് ഈ സംരംഭം ഇവിടെ വരെ എത്തിച്ചത്. അമ്പക്കാട് വഴിയിൽ റോഡ് ഫുള്ളായിട്ട് ഞങ്ങളാണ് വൃത്തിയായിട്ടുള്ളത്. എല്ലാ കൊല്ലം വർഷം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അത്രയധികം വേസ്റ്റ് ആയിരുന്നു, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. പാർക്ക് നിർമ്മിച്ച സ്ഥലത്തിന് ബ്രില്യന്റ് ക്ലബിന്റെ പേരിൽ പട്ടയം അനുവദിച്ചു കിട്ടുന്നതിന് ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തുമെന്നും പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്കിന്റെ വിപുലീകരണത്തിനും നടത്തിപ്പിനും ഫണ്ട് അനുവദിക്കുമെന്നും അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര പറഞ്ഞു. ഇവർക്ക് ആവശ്യമായി ഇവരുടെ കൈവശമുള്ള മുഴുവൻ സ്ഥലവും ഇവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി ആദ്യമായി പഞ്ചായത്ത് സ്വീകരിക്കും എന്ന് ആദ്യമായി ഉറപ്പു നൽകുക. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സ്ഥലത്തിന് രാജി ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പട്ടയത്തിൻ്റെ നടപടി പുതിയ സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തരമായും പട്ടയം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ രീതിയിൽ കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുള്ള എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സബീഷ് പറഞ്ഞ 15 ലക്ഷം രൂപ ആണ് ചോദിച്ചത്. പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ ഏതാണ്ട് 7 കോടി രൂപ എടുക്കാൻ. അപ്പോൾ അത് 15 ലക്ഷം അല്ല, അത് ഒരു പ്ലാൻ ഉണ്ടാക്കി ആവശ്യമായ സംഖ്യ എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ മുഴുവൻ സംഖ്യയും അടാട്ട് പഞ്ചായത്തിൽ നിന്നും അനുവദിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പുറനാട്ടുകര ശ്രീ ശാരദാമഠം അധ്യക്ഷ നിത്യാനന്ദ പ്രാണാജി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള നാട്ടുകാരും ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുത്ത പൊതുസമ്മേളനം നടന്നു. ബ്രില്യന്റ് ക്ലബ്ബ് പ്രസിഡന്റ് ഫ്രിജോ അക്കരപ്പറ്റേക്കൽ അധ്യക്ഷത വഹിച്ചു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര, നിത്യാനന്ദ പ്രാണാജി, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത സുധീർ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലക്ഷ്മി ഹരീഷ്, ആശ രമേശ്, TD വിൽസൺ, പുറനാട്ടുകര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് മധു കാര്യാട്ട് എന്നിവർ പ്രസംഗിച്ചു. ബ്രില്യന്റ് ക്ലബ്ബ് സെക്രട്ടറി സബീഷ് മാത്യു സ്വാഗതം ആശംസിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി നന്ദകുമാർ നന്ദി പറഞ്ഞു. വാരാന്ത്യങ്ങളിൽ വെറുതെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങാറുള്ള കോൾപ്പാടത്തിനടുത്ത് ധാരാളം കളിയുപകരണങ്ങളും വ്യായാമത്തിനുള്ള ഉപകരണങ്ങളുമായി പാർക്ക് ഒരുക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് നടുവത്തുപാറയ്ക്കടുത്തുള്ളവർ. തൊട്ടടുത്തുള്ളവർ മാത്രമല്ല, അകലെ നിന്നുള്ളവരും വാഹനങ്ങളിലെത്തി പാടശേഖരത്തിന് സമീപം ഒഴിവു സമയം ചെലവഴിക്കുന്നത് പതിവാണ്. അത്തരക്കാർക്ക് കുടുംബമായെത്തി ഒരു വാരാന്ത്യത്തിൽ സമയം ചെലവഴിക്കാൻ തക്കവിധത്തിൽ അനുഗ്രഹമായിരിക്കുകയാണ് ബ്രില്യന്റ് ക്ലബിന്റെ ഈ പ്രവർത്തനം. പ്രകൃതിയുടെ സൗഹൃദത്തിന്റെ അടയാളമായി ആലും മാവും ഒന്നിച്ചു വളർന്നു നിൽക്കുന്ന ആൽമാവ് തറയിലും സമീപത്തൊരുക്കിയ പാർക്ക് ബെഞ്ചുകളിലുമായി ഇനി മുതിർന്നവർക്കും നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളുമായി ഒഴിവു സമയം ചിലവഴിക്കാം. മുതിർന്നവരുടെ കൺവെട്ടത്ത് തന്നെ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിച്ചു തിമിർക്കാം. ഒപ്പം കൂട്ടുകൂടാൻ സ്വർണ്ണ നിറത്തിൽ വളർന്നു നിൽക്കുന്ന നെൽച്ചെടികളെ തഴുകിയെത്തുന്ന വയൽക്കാറ്റും എങ്ങുനിന്നോ വിരുന്നെത്തുന്ന വയൽക്കിളികളും ഉണ്ടാകട്ടെ. ആർത്തുചിരിച്ചും കളിച്ചു തിമിർത്തും സന്ധ്യയ്ക്ക് മടങ്ങുമ്പോൾ ഇനിയും വരണമെന്ന് മാത്രമേ ബ്രില്യന്റ് ക്ലബ്ബ് അംഗങ്ങൾക്ക് ഇവിടെയെത്തുന്നവരോട് പറയാനുള്ളൂ. ATK ന്യൂസ്, പുറനാട്ടുകര.